നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് റിലയൻസ് ഇൻഡസ്ട്രീസും JSW സ്റ്റീലും BPCLും അടക്കമുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ വൻ നിക്ഷേപത്തിനൊരുങ്ങുന്നു. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിൽ നിക്ഷേപിക്കുന്ന കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച $200 കോടി ഉൽപ്പാദന ബന്ധിത ഇളവുകൾക്ക് 14 കമ്പനികളാണ് രംഗത്തുള്ളത്. ഹരിത ഹൈഡ്രജൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈസറുകളുടെ നിർമ്മാണ മേഖലയ്ക്കായുള്ള ആനുകൂല്യങ്ങൾക്ക് 20 കമ്പനികൾ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അദാനി ഗ്രൂപ്പ്, ജിൻഡാൽ ഇന്ത്യ, ലാർസൻഡ് ആൻഡ് ടൂബ്രോ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് തുടങ്ങിയവയാണ് പ്രധാനമായും രംഗത്തുള്ളത്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനും ഇലക്ട്രോലൈസറുകളുടെ നിർമ്മാണത്തിലും വൻ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്കായി കഴിഞ്ഞ ജൂണിലാണ് കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവുകൾ പ്രഖ്യാപിച്ചത്. 4.5 ലക്ഷം ടൺ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനുള്ള ടെൻഡറുകളാണ് ക്ഷണിച്ചത്. എന്നാൽ 5.5 ലക്ഷം ടൺ ഉൽപ്പാദനം സാധ്യമാക്കുന്നതിന് കമ്പനികളിൽ നിന്നും താൽപ്പര്യപത്രം ലഭിച്ചുവെന്ന് സോളാർ എനർജി കോർപ്പ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. റിലയൻസ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ഗ്രീൻ കെമിക്കൽസ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ടോറന്റ് പവർ, JSW, നിയോ എനർജി, ACME ക്ലിൻടെക്, അവാഡ ഗ്രീൻ H2, നെംബോ കോർപ്പ് ഗ്രീൻ ഹൈഡ്രജൻ, CESC, ഗ്രീൻകോ 0C എന്നിവരാണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിലെ പ്രമുഖർ. കാർബൺ ബഹിർഗമനം പരമാവധി കുറച്ച് പാരമ്പര്യേതര ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോളിസ് നടത്തി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹരിത ഹൈഡ്രജൻ. ഫോസിൽ ഇന്ധനത്തിന് പകരം വലിയ തോതിൽ ഹരിത ഹൈഡ്രജൻ ഉപയോഗിക്കാനുള്ള ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഈ വർഷം ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. കേരളത്തിലും ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദന സാധ്യത. കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനിയുമായും സിയാൽ ചേർന്ന് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് പ്രമുഖ പൊതുമേഖലാ കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ BPCLൽ സാധ്യതകൾ പരിശോധിക്കുകയാണ്. സൗരോർജ ഉൽപ്പാദനത്തിൽ മികച്ച വിജയം കൈവരിച്ച സിയാലിന് ഈ രംഗത്ത് വലിയ അവസരമാണുള്ളതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജലവൈദ്യുതി, കാറ്റാടി, തിരമാല തുടങ്ങിയ മേഖലകളിലെ വൈദ്യുതിയാണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത്.